തംബ്നെയിൽ കണ്ടതുപോലെ ഏകദേശം നിങ്ങൾക്ക് 480-ലേറെ മലയാള ഫോണ്ടുകളും 80-ലേറെ ഇംഗ്ലീഷ് ഫോണ്ടുകളും ഞാൻ സൗജന്യമായി തരാൻ പോകുകയാണ്. അതിനു മുന്നായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. 1. എങ്ങനെ ഈ ഫോണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. 2. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത ഫോണ്ടുകൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. 3. എങ്ങനെയാണ് ഈ ഫോണ്ട് ഉപയോഗിക്കുക. ഇനി ഓരോന്നും എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഫോണ്ട് ഒരു സിബ് ഫയലായിരിക്കും. അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് TTF ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതിനായി നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ശേഷം അതിലെ ഡൗൺലോഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിലെ മലയാള ഫോണ്ട് എന്ന സിബ് ഫയൽ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ട്രാക്ക് 2 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് OK കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണ്ട് എക്സ്ട്രാക്റ്റ് ചെയ്ത് TTF ഫയലിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. ഇതിനായി ഞാൻ പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഈ ഫോണ്ടുകൾ ആഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് കൻമാസ്റ്ററിലും ക്യാപ്കട്ടിലും പിക്സാർട്ടിലെല്ലാം ഫോണ്ട് ആഡ് ചെയ്യുന്നത്. ഇതിനായി നമ്മൾ പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന A എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിലെ ഫോണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന മൈ ഫോണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിന് താഴെ കാണുന്ന T+ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിലെ ഡൗൺലോഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ മുമ്പ് എക്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ച മലയാളം ഫോണ്ട് എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. ശേഷം ഇതുപോലെ എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ഫോണ്ടുകളും നിങ്ങളുടെ പിക്സൽ ലാബ് ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ തന്ന ഫോണ്ടുകളിൽ ഭൂരിപക്ഷവും FML ഫോണ്ടുകളാണ്. ഈ FML ഫോണ്ടുകൾ പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും കോഡ് FML എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു കോഡ് ഓട്ടോമാറ്റിക്കായി കോപ്പി ആയിട്ടുണ്ടായിരിക്കും. ഈ കോപ്പി ചെയ്ത കോഡ് നമ്മൾ നേരെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തരം കോഡ് രൂപമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ശേഷം താഴെ കാണുന്ന A എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ മൈ ഫോണ്ടിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാള ഫോണ്ട് സെലക്ട് ചെയ്ത് OK കൊടുത്താൽ ഇതുപോലെ മലയാളം ടെക്സ്റ്റ് വരുന്നതായിരിക്കും.